എന്താണ് റെസീലിയൻസ്? നിങ്ങൾ എത്രത്തോളം റെസീലിയൻ്റ് ആണ്? ജീവിതം ഉയർത്തുന്ന പ്രതിസന്ധികളിൽ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളാണോ നിങ്ങൾ? അതോ അങ്ങനെ അങ്ങ് തോറ്റുകൊടുത്തൂടാ എന്ന നെഞ്ചുറപ്പുള്ള ആളാണോ? ജീവിതത്തിൽ നാം കഠിനമായ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുമ്പോഴും തകർന്നു പോകാതെ അതിനെ അതിജീവിച്ച് വീണ്ടും മുന്നോട്ട് തന്നെ പോകാനുള്ള കഴിവിനെയാണ് റെസീലിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും കഠിനമാകുമ്പോൾ നാം ഒന്ന് പിന്നോട്ടടിക്കുന്നതും വീണു പോകുന്നതും സ്വാഭാവികമാണ്. എന്നാൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് വീണിടത്ത് തന്നെ കിടക്കുന്നതിന് പകരം വീണ്ടും എഴുന്നേൽക്കുകയും മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യുന്നതാണ് റെസീലിയൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത. ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷവും ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള മനക്കരുത്താണത്. നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് ശേഷവും അവർ മുൻപത്തേതിനേക്കാളും വിജയകരമായി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്? തോൽക്കാൻ മനസ്സില്ല എന്നതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതൊരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തിന്റെ പ്രധാന ഭാഗമാണ്. ഒരാൾ എത്ര റെസീലിയൻ്റ് ആണ് എന്നത് കുറെയൊക്കെ ജനറ്റിക്കലി കിട്ടുന്നതാണെങ്കിലും ഏറ്റവും പ്രധാന ഘടകം നമ്മൾ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നതിലാണ്. അതായത് ശരിയായ പാരന്റിങ്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളെ നേർക്കുനേർ കാണിച്ചുകൊണ്ടും അതിൽ അവരെ അവരുടെ പ്രായത്തിനനുസരിച്ച് പങ്കാളികളാക്കിക്കൊണ്ടും വളർത്തുകയാണ് വേണ്ടത്. നാമൊക്കെ അങ്ങനെ വളർന്നു വന്നവരാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ വളരെ വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. വിജയിച്ചവരുടെ കഥകൾ മാത്രം കേട്ട് വളർന്നാൽ ആദ്യത്തെ പരാജയത്തിൽ തന്നെ അവർ തളർന്നു പോകും. പിന്നെ ഫുൾ A+ ഒന്നും അവരെ സഹായിക്കാൻ വരില്ല. പ്രോപ്പറായിട്ടുള്ള പാരന്റിങ് എന്നത് ഒരു കുട്ടി ഭാവിയിൽ എന്ത് തരം വ്യക്തിയായി രൂപപ്പെടുന്നു എന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ ടോപ്പറാകുക എന്നതിൽ മാത്രം കുട്ടികളുടെ ജീവിതം തളച്ചിടാതെ കൂടെയുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിലും അത് വീട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്നതിലും അർത്ഥവും സംതൃപ്തിയും കണ്ടെത്തുന്നവർ കൂടിയായി അവർ വളരട്ടെ. അതവർക്ക് റെസീലിയൻ്റായി വളരാനുള്ള നല്ലൊരു ട്രെയിനിങ് കൂടിയാകും. സാധാരണ റെസീലിയൻസ് എന്നത് നാം വ്യക്തികളെ ഉദ്ദേശിച്ചാണ് പറയാറുള്ളതെങ്കിലും ഒരു സമൂഹം ഒന്നടങ്കം റെസീലിയൻ്റ് ആകുന്നതിൻ്റെ ഉദാഹരണങ്ങളും ഒട്ടും കുറവല്ല. രണ്ടാം ലോകമഹായുദ്ധത്തിലെ ആറ്റം ബോംബിങ്ങിന് ശേഷവും പൂർവാധികം ശക്തിയോടെ ഉദിച്ചുയർന്ന ജപ്പാൻ ഒരു സമൂഹം ഒന്നടങ്കം റെസീലിയൻ്റ് ആയാൽ സാധ്യമാകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജനിച്ചു കഴിഞ്ഞ കുട്ടിയുടെ ജനറ്റിക്സിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് സമയം കളയുന്നതിന് പകരം ശരിയായ പാരന്റിങ് എന്ന പവർഫുൾ ആയിട്ടുള്ള ടൂൾ എഫക്റ്റീവായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. പാരന്റിങ്ങോ ഫാമിലി ഇഷ്യൂകളോ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കൽ ഹെൽപ്പിനും കൗൺസലിങ്ങിനുമായി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ്, ഡോണ്ട് ഫൊർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.